ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാർത്തൻ രവി. ഇന്നലെ നമ്മൾ ടാറ്റയും BSNL തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല. ഇന്നിപ്പോൾ എലോൺ മസ്ക് കൂടി നമ്മളോട് ചേർന്നിട്ടുണ്ട്. അതായത് എലോൺ മസ്കും ഇന്ത്യയിൽ വരാൻ പോകുന്നു. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കും അതുപോലെ തന്നെ രത്തൻ ടാറ്റയുടെ ടാറ്റ കമ്മ്യൂണിക്കേഷൻസും BSNL കൂടി ഒരുമിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോ ഇന്റർനെറ്റിൽ കത്തിക്കേറുന്ന ഒരു വാർത്ത. ഇതൊരു റൂമറാണ്. അതായത് നോട്ട് യെറ്റ് കൺഫേംഡ്. അതായത് ഇതുവരെ അത് കറക്റ്റ് കൺഫേം ആയിട്ടില്ല. എന്നാലും ഏകദേശം ഒരു ധാരണയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിന്റെ കറക്റ്റ് ഒഫീഷ്യൽ ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടില്ല. ഒഫീഷ്യൽ ആയിട്ടില്ല. ഇത് ജസ്റ്റ് റൂമർ പോലെ ഇന്റർനെറ്റിൽ പരക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഇപ്പോ ഇന്റർനെറ്റ്, അതായത് BSNL ഇന്റർനെറ്റ് ഇപ്പൊ നമുക്കറിയാം ഒട്ടും സ്പീഡില്ല. 4G ഇല്ല, 3G മാത്രമേ ഉള്ളൂ, 5G പോലും ഇല്ല. ഇങ്ങനെ 4G 5G ഇല്ലാത്ത BSNL ഒരു കുഗ്രാമത്തിൽ പോലും, ഒരു ഫോറസ്റ്റിന്റെ അകത്ത് പോലും ഒരു കുഗ്രാമത്തിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കൊണ്ടുവന്നാൽ അതാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ടാറ്റയും സ്റ്റാർലിങ്കും കൂടി ഒരുമിക്കാൻ പോകുന്നു എന്നൊരു കോൺവെർസേഷൻ ഒരു സൈഡിൽ കൂടെ പോവുകയാണ്. ഇനി BSNLും ടാറ്റയും ലിങ്ക് ആകുന്നു എന്നുള്ളത് കൺഫേം ആണ്. അവരത് എഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്തതാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇന്ത്യയിലെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 40% ജിയോയുടെ കയ്യിലാണ്. അതുപോലെ തന്നെ എയർടെലിന്റെ കയ്യിൽ 30%, VIയുടെ കയ്യിൽ 20%, ആകെപ്പാടെ 8% മാത്രമേ BSNLിനുള്ളൂ. അതായത് 40, 30, 20 പോയിട്ട് 8% മാത്രമേ ഇനി BSNLിന്റെ കയ്യിലുള്ളൂ. ഇത് ആകെപ്പാടെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഇത്രയും ദിവസം ജിയോ, VI, എയർടെൽ എന്ന കമ്പനികൾ പറയും പോലെയായിരുന്നു ഇന്ത്യയിൽ കാര്യങ്ങൾ. അതായത് അവരായിരുന്നു നെറ്റ്വർക്ക് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. വിച്ച് മീൻസ് BSNLിന് ഇന്റർനെറ്റ് റേഞ്ച് ഇല്ലാത്ത BSNL ഇത്രയും കാലം ആർക്കും വേണ്ടായിരുന്നു. പക്ഷേ ഇനി കളി മാറാൻ പോകുകയാണ്. ഇനി അങ്ങനെ 3 കമ്പനികൾ പറയുന്നത് മാത്രം ഇന്ത്യയിൽ നടക്കില്ല. BSNL തീരുമാനിക്കും, BSNL പറയും. ജിയോ, എയർടെൽ, VI പോലെയുള്ള കമ്പനികൾ റേറ്റ് കൂട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നേരെ BSNLിലേക്ക് പോയി. അതായത് BSNLിലേക്ക് നമ്പർ പോർട്ട് ചെയ്തു. അതും ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് ഇടയിൽ 2.5 ബില്യൺ പീപ്പിൾസ് ആണ് നമ്പർ BSNLിലേക്ക് പോർട്ട് ചെയ്തത്. ഇൻഫാക്ട് നമ്മുടെ മലപ്പുറത്ത് തന്നെ ഒറ്റ ദിവസം കൊണ്ട് 1137 പേരാണ് BSNLിലേക്ക് പുതിയ നമ്പർ എടുത്തത്. ഇപ്പോ ഇന്ത്യയിൽ തന്നെ എത്ര ജില്ലകൾ കാണും? ഓരോ ജില്ലയിലും ഇതേപോലെ 500-1000 പേര് വെച്ച് BSNL സിം എടുത്താൽ തന്നെ BSNLിന്റെ വേറെ ലെവൽ പ്രോഫിറ്റിലോട്ടായിരിക്കും BSNL പോകാൻ പോകുന്നത്. ഇപ്പോ 25 ലക്ഷം പേര് നമ്പർ പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ 25 ലക്ഷം പേര് പുതിയ സിം എടുത്തു BSNLിന്റെ. അപ്പോ 25 ലക്ഷം പേര് പുതിയ യൂസേഴ്സ് BSNLിന് കിട്ടി. ഇനി എത്ര ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും BSNLിന് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഉണ്ട്. അതായത് ഇതുവരെയും BSNLിന് 4G കൊടുക്കാൻ പറ്റിയില്ല എന്നല്ല, 4G ഓൾറെഡി അവൈലബിൾ ആണ്. ഇന്ത്യയിൽ 40% മാത്രമേ BSNLിന് 4G എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി 60% ഇപ്പോഴും പെൻഡിങ് ആണ്. ഇതെല്ലാം കൊടുക്കാനായിട്ട്, 4G കൊടുക്കാനായിട്ട്. ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്കറിയാം 3G കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് 3Gയുടെ മലയാളം തന്നെ നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ട് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇപ്പൊ നമുക്ക് നെറ്റിന് സ്പീഡില്ലാതെ ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്നിപ്പോ ഒരാൾ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ അയാൾക്ക് BSNL എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം 3G കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ സ്പീഡ് വേണ്ട, ക്യാഷ് ലാഭിച്ചാൽ മതി എന്നുള്ള കുറച്ച് പേര് ഇപ്പോഴും BSNL പോയി എടുത്തു തുടങ്ങി. എന്തായാലും അത് മാത്രം ഇനിയുള്ള രക്ഷ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എടുത്തു തുടങ്ങി. ഈ സമയത്താണ് 4G എവിടെ കിടക്കുന്നു, 5G എവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ 60 തരാം എന്ന് പറഞ്ഞ് എലോൺ മസ്ക് എൻ്റർ ആവാൻ പോകുന്നത്. അതായത് എലോൺ മസ്ക് വരാൻ പോകുന്നത്. ആദ്യം ടാറ്റ വന്നു, ഇപ്പോൾ എലോൺ മസ്ക് വന്നു. എന്താണ് വിഷയം എന്ന് നോക്കിയാൽ, എലോൺ മസ്കിന് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ കമ്പനി ഓൾറെഡി അത് റൺ ചെയ്യുന്നുണ്ട്. അതായത് ഇതുപോലെ ഇന്റർനെറ്റ് സർവീസ് ഒക്കെ കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ കമ്പനി. സ്റ്റാർലിങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറ്റലൈറ്റ് ടു ഫോൺ ആണ്. അതായത് സാറ്റലൈറ്റും ഫോണും തമ്മിലാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത്. ഇതിന്റെ നടുക്ക് ടവറും കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് ഇന്റർനെറ്റ് കിട്ടും. അതും 6G വരെ കിട്ടും എന്നൊക്കെയാണ് എലോൺ മസ്ക് പറയുന്നത്. ഇനി ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിൽ ഇന്റർനെറ്റിന്റെ ആവറേജ് സ്പീഡ് എത്രയാണ്? അതായത് കൂടിയാലും കുറഞ്ഞാലും കിട്ടുന്ന ആവറേജ് ഇന്റർനെറ്റിന്റെ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും 94 Mbps ഡൗൺലോഡും അതുപോലെ തന്നെ 9 Mbps അപ്ലോഡ്. അതായത് 94 Mbps ഡൗൺലോഡ്, നമുക്കത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് 94 Mbps ആണ്. അപ്ലോഡ് ചെയ്യാനായിട്ട് 9 Mbps ആണ് കിട്ടുന്നത്. ഇൻഫാക്ട് ഇതൊരു നല്ലൊരു സ്പീഡാണ്. അതായത് നമുക്കിപ്പം നന്നായിട്ടൊക്കെ എല്ലാം ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒരു നല്ല സ്പീഡാണെങ്കിലും നമ്മുടെ എലോൺ മസ്ക് വാഗ്ദാനം ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 300 Mbps ആണ്. അതായത് 300 Mbps ആണ്
ഇലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്ക് നമുക്ക് തരുന്ന നെറ്റ് എന്ന് പറയുന്നത്, നെറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടക്ക് എന്ന് പറയുന്നത് ഡൗൺലോഡ് ആവും. ഒരു ഇപ്പൊ നിങ്ങളിപ്പോ കാണുന്ന ഈ വീഡിയോ, അതായത് ഈ 15 മിനിറ്റിന്റെ എന്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പം 5 സെക്കൻഡ് എടുക്കുമായിരിക്കും. പക്ഷെ സ്റ്റാർ ലിങ്ക് വന്നു കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ആവുകയാണ്. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും നല്ല സ്പീഡാണ്. ഇപ്പം നമുക്കിപ്പം ആമസോൺ ആയാലും പ്രൈം വീഡിയോ ആയാലും എല്ലാത്തിന്റെയും ലോഡിങ് ടൈം പോലും ഉണ്ടാവില്ല. അതായത് എല്ലാം ടക്കനെ ഇന്റർനെറ്റ് മുഴുവൻ ഫാസ്റ്റ് ആവും സ്റ്റാർ ലിങ്ക് വന്നു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ നടുക്ക് ടവർ ഒന്നുമില്ല. ഇത് ഡയറക്റ്റ് ഫോൺ ടു സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇതാണ് എലോൺ മസ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റാർ ലിങ്കിന്റെ രീതി. ഇതിപ്പോ നിറയെ കൺട്രീസിലുണ്ട്. ഇൻഫാക്ട് നമ്മൾ ഇന്ത്യയിലും ആവശ്യക്കാർക്ക് കൊടുത്തു. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനുള്ള റെഗുലേറ്ററി അപ്രൂവൽ ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ നോക്കുമ്പോൾ ഒരു സാറ്റലൈറ്റ് ഇന്ത്യയുടെ മുകളിൽ വരും. അത് വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും റെഗുലേറ്ററി അപ്രൂവൽ ഇന്ത്യ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്മ്യൂണിക്കേഷന് കൊടുത്തിട്ടില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ എലോൺ മസ്കിന് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വരാം. എന്നാൽ അത് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി റീസൺസ്. അതാണ് ഇന്ത്യ പറയുന്നത്. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ഇന്ത്യയുടെ മുകളിൽ വരും. അത് വലിയൊരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കുമെന്നാണ് ഇന്ത്യ പറയുന്നത്, ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു, അതായത് ഫോറസ്റ്റ് ആയാലും കടലായാലും ഏത് കുഗ്രാമമായാലും ടക്കന നെറ്റിന്റെ സ്പീഡ് കിട്ടി എങ്ങനെ ഉണ്ടാവും? അതായത് ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹലോ 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 എന്ന് വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും. ഇപ്പൊ വരാൻ പോകുന്നത് സാറ്റലൈറ്റ് ആണ്. അതായത് എലോൺ മസ്ക് പറയുന്നത് ഏത് കാടായിക്കോട്ടെ കടലായിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് നിങ്ങൾക്ക് 300 Mbps നെറ്റ് കിട്ടും. അതായത് അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് ഡാറ്റ കിട്ടും. അതുപോലെ തന്നെ റേഞ്ച് ഇഷ്യൂ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് എലോൺ മസ്ക് സ്റ്റാർ ലിങ്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇതുവരെ ഇന്ത്യയിൽ റെഗുലേറ്ററി അപ്രൂവൽ മസ്കിന് കൊടുത്തില്ല. അതായത് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിലും ഇനി കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് BSNL ഒരു ഇഷ്യൂ വന്ന സമയത്ത്, അതായത് BSNL ഇപ്പോൾ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആവാനുള്ള സാധ്യത ഉണ്ട്. ഈ സാധ്യത കണക്കിലെടുത്ത് BSNL ആയിട്ട് എലോൺ മസ്കിന് ലിങ്ക് ആകാൻ സാധിക്കും. അതായത് ഇപ്പൊ നമുക്ക് മിക്കവാറും ഇതിന് അപ്രൂവൽ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സ്റ്റാർ ലിങ്ക് വന്നു കഴിഞ്ഞാൽ, അതായത് സ്റ്റാർ ലിങ്ക് ഇന്ത്യയിൽ എൻ്റർ ആയാൽ സ്റ്റാർ ലിങ്കിന് ഒരു ഗ്രൗണ്ട് വേണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കായിക മത്സരം നടത്തുവാണെങ്കിൽ അതിന് നടത്താൻ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഉണ്ടെന്ന് തന്നെ വെച്ചു. പക്ഷെ നടത്താൻ ഒരു ഗ്രൗണ്ട് വേണ്ടേ? ആ ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ടാറ്റ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്. ടാറ്റ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിന്റെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് സ്റ്റാർ ലിങ്കിന് ഇത് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതുകൂടാതെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ടാറ്റയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, BSNL ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ, അതായത് നോർത്ത് ഇന്ത്യയിലെ പല മേഖലകളിലും BSNLന്റെ ടവർ വഴിയാണ് ജിയോ, എയർടെൽ, VI ഒക്കെ ഇന്റർനെറ്റ് കൊടുക്കുന്നത്. അതായത് അവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള നെറ്റ് കൊടുക്കുന്നത് BSNLന്റെ ടവർ വഴിയാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ BSNLന് എല്ലായിടത്തും എവിടെ വേണമെങ്കിലും ടവർ കൊടുക്കാനുള്ള സ്വാധീനമുണ്ട്. ഈ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ടവർ കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ, BSNL. എന്ത് തന്നെ വന്നോട്ടെ BSNL ടവർ കൊടുക്കും. കാരണം ഗവൺമെന്റ് കമ്പനീസ് എപ്പോഴും വാഗ്ദാനം ചെയ്യുന്നത് ജനങ്ങളുടെ നന്മയാണ്. അതുകൊണ്ട് BSNL ഉറപ്പായിട്ട് അവർക്ക് ടവർ കൊടുക്കും. BSNLന്റെ ടവർ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചെടുക്കുകയാണ് BSNL ടവർ. എന്നാൽ VI, എയർടെൽ പോലെയുള്ള കമ്പനികൾക്ക് അധികം ടവറുകളില്ല. പക്ഷെ BSNLന് ധാരാളം ടവറുകളുണ്ട്. BSNLന്റെ ടവറും, അതായത് BSNLന്റെ ഈ ഒരു ഹോൾഡും ടാറ്റയുടെ സോഫ്റ്റ്വെയറും എലോൺ മസ്കിന്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഇനി വരാൻ പോകുന്നത് ടാറ്റ സോഫ്റ്റ്വെയർ, എലോൺ മസ്കിന്റെ സോഫ്റ്റ്വെയർ, BSNLന്റെ ഹോൾഡ്, ഇത് മൂന്നും ഒരുമിച്ച് കഴിഞ്ഞാൽ മറ്റു 3 കമ്പനികളുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിലെ നെറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ആവും. ഇന്ത്യയിലെ ഒരു ഇന്റർനെറ്റ് റെവല്യൂഷൻ തന്നെ അങ്ങ് മാറും. അതായത് ഒരു പുതിയ വിപ്ലവം തന്നെ 2025 വരാൻ സാധ്യതയുണ്ട്. അഥവാ എലോൺ മസ്കും ടാറ്റയും BSNLും ഒരുമിച്ച് കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് മലയിലും BSNL നെറ്റ് കൊടുക്കും. അപ്പോ ഓഗസ്റ്റ് 15 അകത്ത് എല്ലായിടത്തും 4G ആകും എന്നതാണ് ഇപ്പൊ വരുന്ന കാര്യം. അതായത് 40% 4G കൊടുത്തു, ബാക്കി 60% കൊടുത്തിട്ടില്ല. ആ 60 ടാറ്റയുടെ സഹായത്തോടെ ഓഗസ്റ്റ് 15 കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്നാണ് ഒരു റൂമർ. അതെന്തായാലും കൊടുക്കുമായിരിക്കും. ഇനി എന്താണെങ്കിലും, അതായത് എവിടെയാണെങ്കിലും നെറ്റ്വർക്ക് കൊടുക്കാൻ കഴിയുന്ന BSNL, അതുപോലെ തന്നെ ടാറ്റയുടെ സോഫ്റ്റ്വെയർ, ഇനി എലോൺ മസ്ക്, ഈ 3 വമ്പൻ കമ്പനികൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ധാരാളമാണ്. അതായത് ഇന്ത്യൻ
ഗവൺമെന്റും ഇന്ത്യൻ നെറ്റ്, അതായത് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, ഇന്ത്യയിലെ ഒരു എക്കോണമിക്കൽ സ്റ്റാറ്റസ് തന്നെ മാറും. എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആയിട്ട് BSNL മാറും. 2008 വരെ നമുക്കറിയാം BSNL ആയിരുന്നു ഇന്ത്യൻ ഗവൺമെന്റിന് ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന കമ്പനി. പിന്നീടാണ് അത് മാറിയത്, വീണ്ടും പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആയിട്ട് BSNL മാറുന്നു. ഇപ്പോ ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടും. അതുപോലെ തന്നെ ബാക്കി 3 കമ്പനീസും ഏകദേശം പൊളിയും. അതുപോയിട്ട് ഇപ്പോൾ ടാറ്റയും BSNL ആയിട്ടുള്ള ഒരു സംഭവം, അത് എന്തായാലും കൺഫേം ആണ്. അതായത് അതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഇന്ന് ഇട്ടത്. അത് കാണാത്തവർ വേണമെന്ന് കണ്ടോളൂ, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ടാറ്റയും BSNL തമ്മിൽ കൺഫേം ആണ്. ഇനി മിക്കവാറും സ്റ്റാർലിങ്കും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് 3 കമ്പനീസിന്റെ ഒരു സംഭവം എല്ലാം കുറയും. അതായത് ഇപ്പൊ നമ്മൾ 700 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ഡാറ്റ പാക്ക് BSNL നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങാൻ സാധിച്ചാൽ നമ്മൾ നേരെ എങ്ങോട്ട് പോകും? നമ്മളെല്ലാവരും ഉറപ്പായിട്ടും നേരെ പോകുന്നത് BSNL എന്ന കമ്പനിയിലേക്കായിരിക്കും. BSNL ഇപ്പം ടാറ്റയുമായിട്ടുള്ള ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ ഇത്രയും ആൾക്കാർ പോയി പുതിയ സിം എടുക്കുകയും പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അവിടുത്തെ ഗവൺമെന്റ് എംപ്ലോയീസിന് ഇപ്പൊ ഇരിക്കപ്പെടുകയില്ല. അതായത് അത്രയ്ക്ക് ആൾക്കാരാണ് എൻക്വയറി തട്ടിപ്പ് അവിടെ ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ 100% ഉറപ്പാണ് BSNL വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി ആവുമെന്നുള്ളത്. ബാക്കിയുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് പൈസ കുറച്ചാണ് നമ്മൾക്ക് ഇപ്പം BSNL നെറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നെറ്റിന്റെ സ്പീഡ് ഇല്ല എന്നുള്ള ഒരു പോരായ്മ മാത്രമേ അതിനുള്ളൂ. ഡാറ്റയുടെ ഫീസ് എല്ലാം പക്കയാണ്. അഥവാ BSNLും സ്റ്റാർലിങ്കും എല്ലാം കൂടി ഒരു വലിയൊരു ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാക്കി കമ്പനീസ് എന്തെങ്കിലുമൊക്കെ ഓഫർ കൊണ്ടുവരും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും റേറ്റ് കുറയ്ക്കും. BSNL അധികാരത്തിൽ വന്ന ഏറ്റവും റേറ്റ് കുറയ്ക്കുന്നത് ആരായിരിക്കും എന്നതായിരിക്കും അടുത്ത കോമ്പറ്റീഷൻ. അതായത് ഏറ്റവും റേറ്റ് കുറച്ച് കൊടുക്കുന്നവരെ മാത്രമേ ആൾക്കാർ എടുക്കുള്ളൂ. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇൻഫാക്ട് ചിലപ്പോൾ അവര് മൊബൈൽ ഫോൺ വരെ ഫ്രീ ആയിട്ട് തരാനുള്ള പദ്ധതി കൊണ്ടുവരുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് അവരും എടുക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും BSNL ആധിപത്യത്തിൽ വരുന്നത് തന്നെയാണ് ഒരു സാധാരണക്കാരന് നന്മ ചെയ്യുന്നത്. അതായത് BSNL വന്നാൽ മാത്രമേ നമുക്ക് ഇനി രക്ഷയുള്ളൂ. എന്തായാലും 2025 ഒരു വലിയ ഒരു ഇന്റർനെറ്റ് റവല്യൂഷൻ ഇന്ത്യയിൽ നടക്കും. ഇനി ഇന്ത്യൻ ഗവൺമെന്റ് BSNLന് ഫുൾ സപ്പോർട്ടാണ്. BSNL എടുത്ത് പറഞ്ഞത് ധൈര്യമായിട്ട് ഇന്ത്യയിൽ 25% ഇനി എടുക്കാനാണ് പറഞ്ഞത്. അതായത് ഇപ്പോ 8% ഉള്ളൂ, അതിനെ എങ്ങനെയെങ്കിലും 25% ആക്കാനാണ് ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് BSNLനോട് പറഞ്ഞത്. അതായത് ഇത് BSNL 25% എടുത്തു കഴിഞ്ഞാൽ ബാക്കി കമ്പനീസ് ഉറപ്പായിട്ടും കുറയും. ഇത് ജിയോ ആയിക്കോട്ടെ, വോഡഫോൺ ആയിക്കോട്ടെ, പിന്നെ മറ്റേതില്ലേ എന്തോന്ന് എയർടെൽ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ഷെയർ കുറയും. അങ്ങനെ ഇന്ത്യൻ കമ്പനിയായ BSNL തന്നെ കൂടുതൽ വരും. ഇതിന് ഗവൺമെന്റ് ഫുൾ സപ്പോർട്ടാണ്. ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന് ആവശ്യമായ, അതായത് BSNL ഉയർന്നു വരാൻ സാധ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. കഴിഞ്ഞ യൂണിയൻ ബഡ്ജറ്റിൽ 1.28 ലക്ഷം കോടി രൂപയാണ് MT എന്നൊരു കമ്പനിക്കും BSNLന് വേണ്ടി സർക്കാർ മാറ്റിവെച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാർലിങ്കിന്റെ കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും? BSNLനെ സപ്പോർട്ട് ചെയ്യുമോ, അതോ നിങ്ങൾക്ക് ഫേവറേറ്റ് കമ്പനികളായ ബാക്കി കമ്പനീസിന് സപ്പോർട്ട് ചെയ്യും? എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരു ഇന്ത്യനാണ്, അതായത് ഇന്ത്യൻ കമ്പനികൾ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അതായത് സർക്കാർ കൊണ്ടുവരുന്ന കമ്പനികൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതായത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, താഴെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും ഞാൻ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.